വീഴും. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ സ്കൂളിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ കല്യാണവും കളിയാട്ടവും കല്യാണ നിശ്ചയവും അതുപോലെ തന്നെ അടിയന്തരമൊക്കെ ഉണ്ടായിരിക്കും. ഒരു കാര്യം നമ്മൾ ഓർക്കുക, തൽക്കാലം കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് നിങ്ങൾ പോയാൽ മതി. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളിൽ വിടാൻ സമയത്ത് നിങ്ങൾ എത്തിയാൽ മതി. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ഇന്നെടുക്കുന്ന മാത്സ് അവൻ ഇന്ന് വരാതിരുന്നാൽ സ്വാഭാവികമായിട്ടൊന്ന് മിസ്സാകും. മാത്രമല്ല അതിൻ്റെ തുടർച്ച മറ്റൊരു രീതിയിലേക്ക് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും പിന്നീട് നടക്കുക. നേരത്തെ അടുത്ത ക്ലാസ്സിൽ കുട്ടിക്ക് പക്ഷേ മിസ്സായി പോകും. നല്ല രക്ഷിതാക്കളാണെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. എന്നാലും എല്ലാവർക്കും അതിൽ കഴിയുമെന്നില്ല. അതുകൊണ്ട് മുടങ്ങാതെ സ്കൂളിൽ എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന മറ്റൊരു തൽക്കാലത്തേക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് പഠനം അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് നമ്മളതിനെ കാണേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടിയെ വിടുക, എന്നതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് പോകുക. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ലീവ് എടുക്കുക. എപ്പോഴും ലീവ് എടുക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്കൂളിൽ ഒരു മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് കുട്ടിയെ ഇവിടുന്ന് ഇടയ്ക്ക് വെച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൂവ്മെന്റ് വെച്ചത്. അതുകൊണ്ട് ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ പോകാനുണ്ട്, പിന്നെ മാമന്റെ വീട്ടിൽ പോകാനുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ആളുകൾ വരുന്നതൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇവിടുന്ന് അസമയത്ത് കൊണ്ടുപോകുന്ന ഒരു ശൈലി തീർച്ചയായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ മൂവ്മെന്റ് രജിസ്റ്റർ വെച്ചത്. കാരണം ഓഫീസർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാമല്ലോ. ആയതുകൊണ്ട് പരമാവധി അത്തരം വിഷയങ്ങളൊക്കെ കുട്ടികൾ രാത്രി സമയത്ത് അല്ലെങ്കിൽ ഞായറാഴ്ചകളിലേക്ക് സെറ്റ് ചെയ്യുന്ന തരത്തിൽ അവരെ കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സമയങ്ങൾ അതിനൊക്കെ കണ്ടെത്തണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ, മാഷാവട്ടെ ടീച്ചറാവട്ടെ, അവരുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല കോണ്ടാക്ട്, ഊഷ്മളമായൊരു ബന്ധം ഉണ്ടായേ പറ്റൂ. ഇപ്പം ഞാനൊരു മെസ്സേജിലൂടെ അറിയിച്ചിരുന്നു, എന്നാലത് പറയാമെന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന കുട്ടിയുടെ അധ്യാപകരുമായിട്ട് നമുക്ക് നല്ല കോണ്ടാക്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അവരുടെ പഠന കാര്യങ്ങൾ ഇടയ്ക്കിടെ ചോദിച്ചറിയണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടിയുടെ പഠന പുരോഗതി ലഭ്യമാവുകയുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമുക്കറിയാം പരീക്ഷ സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുട്ടിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാൽ അവനെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന, താരതമ്യം ചെയ്യുന്ന ഒരു ശീലം ചിലപ്പോൾ ചില രക്ഷിതാക്കൾക്കുണ്ട്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ കുറവ് നികത്തി കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കാണ്. ഒരു പരീക്ഷയിൽ ഇപ്പം മാർക്ക് കുറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവന് കിട്ടിയ മാർക്കുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് പഠിച്ച് കിട്ടിയതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രൈസ് ചെയ്യുക എന്നല്ലാതെ കുറഞ്ഞ മാർക്കിന് വേണ്ടി 2-3 മാർക്ക് കുറയുമ്പോഴത്തേക്ക് അപ്പുറത്തെ കുട്ടിക്ക് 50-50 ഉണ്ട്, ഇപ്പുറത്തെ കുട്ടിക്ക് 49 ഉണ്ട്, നിനക്കെന്നെ 35 ഉള്ളൂ എന്നുള്ള തരത്തിലുള്ള കുത്തുവാക്ക് പറഞ്ഞ കുട്ടിയെ ആക്ഷേപിക്കുന്ന ഒരു ശൈലി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. കുട്ടിയുടെ കുറവ് കണ്ടെത്തുക, അത് നികത്തുക, അതാണ് വേണ്ടത്. മറ്റൊരു കാര്യം, ഇവിടെ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്, മാസാന്ത പരീക്ഷകൾ നടക്കും. ആ പരീക്ഷ നടത്തുന്ന സമയത്ത് ഒരിക്കലും ലീവാകാൻ പാടില്ല. തീർച്ചയായിട്ടും ആ പരീക്ഷയുടെ കുട്ടിയുടെ നിലവാരം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു പരീക്ഷ കുറഞ്ഞാൽ അടുത്ത് വരുന്ന മാസാന്ത പരീക്ഷയിൽ കുട്ടിയുടെ മികവൊന്ന് കൂട്ടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ടീച്ചറുമായിട്ട് നിങ്ങളൊന്ന് കൂടിയാലോചിച്ചിട്ട് ആ കുറവ് നികത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇവിടെ സ്കൂളിൽ ഉച്ചഭക്ഷണമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, സ്കൂളിൽ ഉച്ചഭക്ഷണമുണ്ട്. ചില കുട്ടികളെങ്കിലും, മിക്കവാറും കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ചില കുട്ടികൾ ഇപ്പോഴും കഴിക്കുന്നില്ല. പ്രത്യേകം പറയുന്നു, വർഷക്കാലമാണ്, പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരിയായ സീനിയർ ടീച്ചർ, കുട്ടികൾക്ക് താങ്കൾ കടന്നുപോയിട്ടുള്ള യൂസഫ്, കുട്ടികളുടെ വൈസ് പ്രസിഡന്റ്, ഫൈസൽ ഉൾപ്പെടെയുള്ള അധ്യാപക സുഹൃത്തുക്കളെ ഒരു അർജന്റായിട്ട് ഒരു ഫോൺ കോൾ വന്നു, പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 1ാം ക്ലാസ്സിലേക്ക് വന്ന എല്ലാ കുടുംബങ്ങൾക്കും PTA എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം കൊടുന്നാക്കി പിന്നെ 7ാം ക്ലാസ്സിൽ TC മേടിക്കാൻ വരുന്നൊരു സമ്പ്രദായം ഉണ്ടാകരുത്. സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി
പ്രിയങ്കരയായ അസീന ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ഈ വേദിയുടെ അധ്യക്ഷൻ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ഫൈസൽ, സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ശ്രീ സിദ്ദീഖ് മാസ്റ്റർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫൈസൽ, ശ്രീ യൂസഫ് കുട്ടി അടക്കമുള്ള വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കറിയുന്ന പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമാണ്. നമ്മുടെ സ്വാഗതഗാനത്തെ കേട്ടതുപോലെ പുതിയ പഠിപ്പുത്സവത്തിന്റെ തുടക്കമാണ് അല്ലേ? അപ്പോൾ ഈ പഠിപ്പുത്സവത്തിന് എല്ലാ ആശംസകളും നേരാണ്. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷമാവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. അതുപോലെ ആദ്യമായി നമ്മുടെ അക്ഷര ലോകത്തേക്ക് സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഇതൊരു നല്ല അറിവ് അനുഭവമാവട്ടെ. എല്ലാവർക്കും കളിച്ചും ചിരിച്ചും ആസ്വദിച്ചു പഠിച്ച് മുന്നേറാൻ കഴിയട്ടെ. ഇത് സ്കൂളിന് മാത്രമല്ല നാടിനും സമൂഹത്തിനും മാതൃകയാവുന്ന മക്കളായി വളരട്ടെ അവർ എന്ന എല്ലാ പ്രാർത്ഥനയോടും കൂടി ഈ മഹത്തായ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രവേശനോത്സവ പരിപാടിയിലാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി കുഞ്ഞുങ്ങളും അവർക്ക് എൻ്റെ പേരിലും അതുപോലെ തന്നെ PTA-യുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി അറിയിക്കുന്നു. യോഗം തൽക്കാലം ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇരിക്കട്ടോ, 4 കുട്ടികളാണ് കേട്ട. മറ്റു കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മലയാളം മീഡിയം, 2 മലയാളം മീഡിയം, 3 മലയാളം മീഡിയം, ഇംഗ്ലീഷ് ഉണ്ട്. ഈ എൽ ഷേപ്പിലേക്ക് നീക്കണം. ടീച്ചേഴ്സ്